IAS തലപ്പത്തെ പോരിനെ തുടർന്നുള്ള ഹിയറിംഗിൽ എൻ പ്രശാന്ത് മുന്നോട്ട് വെച്ച നിബന്ധനകൾ തള്ളുകയാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. ഹിയറിംഗിൽ ലൈവ് സ്ട്രീമിംഗും റെക്കോർഡും സാധ്യമല്ലെന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് വേണമെന്ന് എൻ പ്രശാന്ത് ആവശ്യപ്പെട്ടു. എന്തായാലും അത് തള്ളിയിട്ടുണ്ട്. അപ്പോ ലോകത്ത് ആരും ഇതുവരെ ആവശ്യപ്പെട്ട ഒരു സംഗതിയാണെന്ന് തോന്നുന്നില്ല ഹിയറിംഗ്. അപ്പോ MG പ്രതീക്ഷ വിവരങ്ങൾ നൽകും. പ്രതീക്ഷ നേരത്തെ തന്നെ ഈ ആവശ്യം ഉന്നയിക്കപ്പോൾ തന്നെ നമുക്ക് തോന്നിയതാണ് ഇത്തരം ഒരു ആവശ്യം എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക എന്നത്. ചീഫ് സെക്രട്ടറി ഇപ്പോഴത് പറഞ്ഞിട്ടുണ്ട്, ഈ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനിയിപ്പോ എന്താണ് അതിൽ സംഭവിക്കാൻ പോവുക? ഏത് വഴിക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രതീക്ഷ? വിജയകുമാർ, IAS തലപ്പത്തെ പോരുമായി ബന്ധപ്പെട്ട് എൻ പ്രശാന്ത് ഉന്നയിച്ച പരാതികൾ കേൾക്കാനാണ് ഈ മാസം 16-ാം തീയതി ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഹിയറിംഗ് വെച്ചത്. 4:30 ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാകാനാണ് എൻ പ്രശാന്തിന് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് ചില വിചിത്രമായ നിബന്ധനകൾ എൻ പ്രശാന്ത് IAS മുന്നോട്ട് വെച്ചത്. അതാ ഈ ഹിയറിംഗ് നടക്കുന്ന ഘട്ടത്തിൽ ഓഡിയോ റെക്കോർഡിംഗ് വേണമെന്നും ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നുമായിരുന്നു എൻ പ്രശാന്തിന്റെ നിബന്ധന. പക്ഷേ ഈ നിബന്ധന ഇപ്പോൾ ചീഫ് സെക്രട്ടറി തള്ളിയിരിക്കുന്നത്. വകുപ്പുതല നടപടിയുടെ ഭാഗമായാണ് ഹിയറിംഗ് വച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ലൈവ് സ്ട്രീമിംഗ് നടത്താൻ കഴിയില്ല എന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ തന്നെ നിലപാടായി അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഹിയറിംഗിൽ എൻ പ്രശാന്തിന് പങ്കെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കം മുതൽ തന്നെ ഈ ചീഫ് സെക്രട്ടറിക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളും ആരോപണങ്ങളും എൻ പ്രശാന്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം വിശദീകരണം തേടിയ ചീഫ് സെക്രട്ടറിയോട് തിരികെ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എൻ പ്രശാന്തിന്റെ ഭാഗത്ത് ുണ്ടായ നിലപാടുകൾ. അതുകൊണ്ട് തന്നെ ആ ഒരു പോരും ഒരു ഭാഗത്ത് നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ എൻ പ്രശാന്ത് നേരിട്ടെത്തി തന്റെ പരാതികൾ പറയാൻ പോകുന്നത്. ഇതിൽ ഇനി എന്ത് നിലപാട് സർക്കാർ സ്വീകരിക്കും, ഒപ്പം എന്തൊക്കെ പരാതികളായിരിക്കും എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ IAS തലപ്പത്തെ പഴിചാരൽ മുഖ്യമന്ത്രിക്കടക്കം വലിയ അതൃപ്തിയുണ്ട്. കാരണം മുഖ്യമന്ത്രിയും കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നൊരു നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഈ പ്രശ്നം നീട്ടിക്കൊണ്ടുപോകാൻ സർക്കാരും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ തന്റെ നിലപാടിൽ പ്രശാന്തും ഉറച്ചു നിൽക്കുന്നു. അതിനൊപ്പം തന്നെ ഈ IAS-കാർക്കിടയിൽ തന്നെ വലിയ അഭിപ്രായ ഭിന്നതയും നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് 16-ാം തീയതി ഹിയറിംഗ് നടക്കുന്നത്. വിജയകുമാർ.